യോഹന്നാൻ 15:7 നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. കർത്താവ് സ്നേഹത്തോട് പറയുകയാണ്, നിങ്ങൾ എന്നിലും എൻ്റെ വചനങ്ങൾ നിങ്ങളിലും വസിച്ചാൽ. അപ്പോൾ നിങ്ങൾ എന്നിൽ വസിക്കണം, കർത്താവിൽ വസിക്കുന്നവരായി നമ്മൾ തീരണം. അങ്ങനെ വസിക്കുകയാണെങ്കിൽ, കർത്താവിൽ നമ്മൾ വസിക്കുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങൾ 7-ാമത്തെ വാക്യം, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. നമ്മൾ കർത്താവിൽ വസിക്കണം, കർത്താവിൻ്റെ വചനം നമ്മിൽ വസിക്കണം. അവിടെ വചനം എന്ന് പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവ് തന്നെയാണ്. കർത്താവ് നമ്മളിൽ വസിക്കണം, നമ്മൾ കർത്താവിൽ ജീവിക്കണം, കർത്താവ് നമ്മളിൽ ജീവിക്കണം. അങ്ങനെ ആ പരസ്പര ബന്ധമാണ് ക്രിസ്തീയ ജീവിതത്തിലെ മുന്നോട്ടുള്ള പോക്കിന് ആധാരമായിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ കേട്ട ഈ വചനം നമുക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. നിങ്ങൾ അങ്ങനെ വസിക്കുന്നില്ലെങ്കിൽ, 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. കർത്താവിൽ നമ്മൾ വസിക്കുന്നില്ലെങ്കിൽ, ഏതൊരു വൃക്ഷത്തിൻ്റെ കൊമ്പ് ആ വൃക്ഷത്തോട് ചേർന്ന് ഒന്നിച്ച് നിന്ന് അതിൻ്റെ പോഷകങ്ങൾ, വേര് വലിച്ചെടുക്കുന്ന പോഷകങ്ങൾ ഇതിൽ കൂടെ കടന്നു പോയി ഇലയിൽ ചെന്നിട്ട് ഇല സൂര്യപ്രകാശവുമായിട്ട് പ്രവർത്തിച്ച് ആണ് ഫലം ഉണ്ടാകുന്നത്. അതുപോലെ നമ്മൾ കർത്താവിൽ വസിക്കണം, നമ്മൾ കർത്താവിൽ ജീവിക്കുന്നവരായിത്തീരണം. അപ്പോൾ ആ കർത്താവിൽ ജീവിക്കുകയാണെങ്കിൽ കർത്താവ് നമ്മളിലും ജീവിക്കും. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. വസിക്കാത്തവനെ, എന്നോട് പറ്റിച്ചേർന്ന് എൻ്റെ കൂടെ ഇരിക്കാത്തവനെ, എൻ്റെ കൂടെ ജീവിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തേക്ക് കളയുന്നു. ആ കൊമ്പ് വെട്ടിയിട്ട് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അവസ്ഥ? എത്രയും പെട്ടെന്ന് അത് ഉണങ്ങുന്നു, അത് പിന്നെ ചീഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും തീയിരിക്കുന്നു, അതോടെ അത് തീർന്നു. അതേസമയം അത് ആ കൊമ്പിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ, ആ മരത്തിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ, മരത്തിൻ്റെ പോഷകങ്ങൾ എടുത്തിട്ട് അതിൽ ധാരാളം ഫലം കായ്ക്കും. ധാരാളം ഫലം കായ്ക്കുമ്പോൾ ഇതാണ്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ. നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് എന്നോട് ചോദിക്കുക. എന്താ നമ്മൾ ആഗ്രഹം നമ്മൾ ചോദിക്കുന്നത്? ഉടനെ അയ്യോ ഞാൻ ലക്ഷാധിപതിയാകാൻ എന്നെ സഹായിക്കണം എന്നുള്ളതല്ല നമ്മുടെ ചോദ്യം. എന്നുള്ളതായിരിക്കരുത്. നമ്മൾ ചോദിക്കുന്നത് എന്താ നമുക്ക് ആവശ്യമായിരിക്കുന്നത്? അവിടുന്ന് ജീവിക്കുന്നത് പോലെ എനിക്ക് ജീവിക്കാനായിട്ട് കഴിയുന്നില്ല. യേശു ഈ ലോകത്തിൽ വന്ന് ജീവിച്ച് കാണിച്ചു. അതുപോലെ ജീവിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഒരു ക്രിസ്ത്യാനി യേശുവിൻ്റെ ചുവട് പിൻപറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ യേശു ജീവിക്കുന്നത് പോലെ ജീവിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ള വിവരം നമ്മൾ അറിയണം. അറിഞ്ഞിട്ട് ഈ കർത്താവിനോട് ചോദിക്കണം, കർത്താവെ കഴിയുന്നില്ല കർത്താവേ എന്ന് പറഞ്ഞ് നമ്മൾ അപേക്ഷിക്കുമ്പോൾ, അവനോട് ചോദിക്കുമ്പോൾ, അവൻ ഇതേ സാഹചര്യത്തിൽ കൂടെ കടന്നു പോയത് എങ്ങനെയാണെന്നുള്ളത് അവൻ കാണിച്ചു തരുമ്പം അതനുസരിച്ച് അവൻ എങ്ങനെ പോയി അതുപോലെ നമ്മൾ പോകണം. അപ്പോഴേ നമ്മൾ ശരിക്കുമുള്ള ക്രിസ്തീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്.
അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. പിതാവാം ദൈവം മഹത്വപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫലം കായ്ക്കണമെന്ന് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. നമ്മൾ ഫലം കായ്ക്കുമ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാരാകും. അവൻ്റെ ശിഷ്യന്മാരാണെന്ന് നമ്മൾ അവകാശപ്പെടുകയും ഫലം കായ്ക്കാതിരിക്കുകയും ചെയ്താൽ ശിഷ്യന്മാരാകുമോ? ഒരിക്കലുമില്ല. എൻ്റെ ശിഷ്യന്മാരാകും. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുവിനെ പിതാവാം ദൈവം സ്നേഹിച്ചു. അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ 9-ാം വാക്യം, ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് എൻ്റെ സ്നേഹത്തിൽ വസിപ്പിൻ. യേശുവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ ജീവിക്കാനാണ് നമ്മളോട് പറയുന്നത്. സ്നേഹത്തിൽ വസിപ്പിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ. അപ്പോൾ കർത്താവ് നമ്മളോട് ഒരു കാര്യം ചെയ്യാൻ പറയുന്നത് അവൻ നമുക്ക് ചെയ്ത് കാണിച്ചു തന്നതുപോലെ ചെയ്യാനാണ് പറയുന്നത് എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച്, പിതാവാം ദൈവം എൻ്റെ കയ്യിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ വാങ്ങിച്ച് കൽപ്പനകൾ വാങ്ങിച്ചാണ് അവൻ ചെയ്യുന്നത്. അതുപോലെ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ. അതുപോലെ ഞാൻ എങ്ങനെ പ്രമാണിക്കുന്നു, എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ ഞാൻ എങ്ങനെ പ്രമാണിക്കുന്നു. അപ്പോൾ അവൻ്റെ കൽപ്പന എന്താണെന്നുള്ളത് ചോദിച്ച് അവനിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് അത് അവൻ ചെയ്യുന്നു. അതുപോലെ എൻ്റെ കൽപ്പനകൾ നിങ്ങൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. അപ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കാൻ നമുക്ക് ഇടയാകും. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും. ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടനായ മനുഷ്യൻ യേശു ക്രിസ്തുവായിരുന്നു. അതുകൊണ്ടാണ് അവന് പട്ടാളം പിടിക്കാൻ വന്നപ്പോൾ അവരുടെ അടുത്തേക്ക് ചെന്നു. ഓരോരുത്തർ ഓടുക. അങ്ങനെ വന്നാൽ എങ്ങനെയാണ് പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടാനാണ് നോക്കുന്നത്. പക്ഷെ കർത്താവ് എന്താ ചെയ്തത്? എഴുന്നേറ്റ് നേരെ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട്, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? ഉടനെ അവർ പറഞ്ഞു, ഞങ്ങൾ യേശുവിനെയാണ് അന്വേഷിക്കുന്നത്. ആണെങ്കിൽ അത് ഞാനാണ്. അവരുടെ ജീവിതത്തിൽ അങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പുറകോട്ട് അവരവിടെ വീണു. പട്ടാളക്കാരവിടെ വീണു. അതാണ് യേശുവിൻ്റെ ജീവൻ. അതുപോലെ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയുമെന്നാണ് കർത്താവ് പറയുന്നത്. എങ്ങനെയാണെങ്കിൽ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. നമുക്ക് സന്തോഷമുള്ളവരായിരിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് കർത്താവ് നമ്മളോട് പറയുകയാണ്, കർത്താവ് പറയുന്നത് ഇതാണ്, എൻ്റെ സന്തോഷം നിങ്ങളിലിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും, അത് പൂർണ്ണമായ സന്തോഷം ഉണ്ടാകുവാനും എന്താണ് ഞാൻ ഇത് നിങ്ങളോട് സംസാരിക്കുന്നു. ആ സന്തോഷം എങ്ങനെയാ ചെയ്തതെന്ന് പറയുന്നത് എന്താണ്? 12-ാം വാക്യം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. ഞാൻ നിങ്ങളെ എങ്ങനെ സ്നേഹിച്ചു അതവനൊരു ഉദാഹരണമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ പാപികളായിരിക്കുമ്പോൾ നമ്മുടെ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടിയിട്ട്
യേശുക്രിസ്തു എന്ത് ചെയ്തു? യേശുക്രിസ്തു നമ്മുടെ പാപത്തെ എടുത്ത് അവൻ്റേതാക്കിയിട്ട് അവൻ അതിൻ്റെ ശിക്ഷ, പാപ ശിക്ഷിക്കപ്പെടണം, അതിൻ്റെ ശിക്ഷ അവൻ സഹിച്ചു. കാൽവറിയിൽ യേശു സഹിച്ചത് അതാണ്. അവൻ്റെ ശിക്ഷ, നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ യേശു സഹിച്ചു. അതുപോലെ ഇവിടെ പറയുന്ന 12-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. നമ്മുടെ സഹോദരനൊരു തെറ്റ് ചെയ്താൽ അതിൻ്റെ ശിക്ഷ സഹിക്കാൻ നമ്മൾ തയ്യാറാകുക. ഇവിടെ പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം, എനിക്ക് വേണ്ടി അല്ല, സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടിയിട്ട് ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. യേശുക്രിസ്തു അവൻ്റെ ജീവനെ തന്നു നമുക്ക് വേണ്ടിയിട്ട്. അതിനേക്കാൾ വലിയ സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാകും. കർത്താവിൻ്റെ കൽപ്പനകൾ, കർത്താവ് എൻ്റെ കൽപ്പനകളെന്ന് പറയുന്നത് ഈ പുസ്തകം എല്ലായിടത്തും നോക്കിക്കൊണ്ടിരിക്കുന്നതല്ല. ഓരോ സമയത്തും, ഓരോ ശോധനയുടെ സമയത്തും കർത്താവ് നമ്മുടെ ഹൃദയത്തിലിരുന്ന് നമ്മളോട് സംസാരിക്കും. നമ്മൾ കർത്താവായിട്ട് ബന്ധമുണ്ടെങ്കിൽ കർത്താവ് നമ്മളോട് സംസാരിക്കും, ഇതാ ചെയ്യേണ്ടത്, അത് നമ്മൾ ചെയ്യുക. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാകും. സ്നേഹിതന്മാർ തന്നെ. 5-ാമത്തെ വാക്യം അതിലാണെന്ന് തുടങ്ങിയത്. അതിനകത്ത് ഒരു വാക്ക് മാത്രമേ ഞാൻ പറയാനുള്ളൂ. അതായത് ഇതിനകത്ത് ഇതിൻ്റെ സൈഡിൻ്റെ ഒരു 2 റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. 5:16, മത്തായിയുടെ 5:16. അത് സഹോദരനത് ഷെയർ ചെയ്തിരുന്നു. പിന്നീട് കിടക്കുന്ന ഒരെണ്ണം ശിഷ്യത്വത്തെ പറ്റിയാണ്. ശിഷ്യൻ, ഡിസൈപ്പിൾ 8-ന്റെ യോഹന്നാൻ്റെ അല്ലല്ലോ, യോഹന്നാൻ ചോദിച്ച 8-ന്റെ 31 പറയുന്നു. Then Jesus said to those Jews who believed him, if you abide in my word, എൻ്റെ വചനത്തിൽ വസിച്ചാൽ, if you abide in my word, you are my disciples indeed. അതായത് നമുക്കൊരു പരിധിയുണ്ട്. നമുക്ക് എവിടം വരെ പോകാവുന്നുള്ളൂ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിയിൽ നമ്മൾ പോകരുത്, ഞാൻ പോകരുത്. അങ്ങനെ ആയിരുന്നാൽ കർത്താവിൻ്റെതായ ഒരു ശിഷ്യത്വത്തിൽ നമ്മൾ ആയിരിക്കും. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആ ശിഷ്യത്വത്തിൽ തന്നെ നിന്നുകൊണ്ട് അങ്ങനെയാകുമ്പോൾ നമ്മൾ കർത്താവിന് വേണ്ടി ഫലം പ്രകടിപ്പിച്ചു മക്കളായി തീരും. അതിനുവേണ്ടി ഞാൻ ആഗ്രഹിക്കുക. കർത്താവിന് സഹായം. ഇത് മൈക്ക് ഇന്ന് 7-ാം വാക്യത്തിൽ അത് വായിച്ചായിരുന്നു. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിക്കുകയും അത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ കർത്താവ് എന്നിലും എൻ്റെ വചനം, കർത്താവിൻ്റെ വചനം എന്നിലും വസിച്ചാൽ ഞാൻ അപേക്ഷിക്കുന്ന എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അപ്പോൾ ഞാൻ എന്തായിരിക്കും ചോദിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് എനിക്ക് കിട്ടും. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കർത്താവിനും കർത്താവിൻ്റെ വചനം എന്നിലും വസിച്ചാൽ നിങ്ങൾ ചോദിക്കുന്നത് കിട്ടുമെന്ന് പറയുക. അടുത്ത വരിയിൽ കർത്താവ് പറയുന്നത്, നിങ്ങൾ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മാത്രമുള്ളൂ. അപ്പോൾ ഞാൻ എന്തായിരിക്കും ചോദിക്കുന്നത്? കർത്താവേ, എനിക്ക് വളരെ ഫലം കായ്ക്കാൻ തക്കവണ്ണം ഉള്ള ശക്തി തരണേ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് തരണേ എന്നായിരിക്കും ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ ഉടനെ പറയുന്നത് ഫലം കായ്ക്കുന്നതിനാൽ പിതാവ് മഹത്വപ്പെടും. അപ്പം കർത്താവ് വസിക്കുകയും ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ചോദിക്കുന്നത് മറ്റു കാര്യങ്ങളായിരിക്കത്തില്ല. അതവന് കൊടുക്കും. മുമ്പേ എൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടെ നിങ്ങൾക്ക് വേണ്ടുന്നത് തരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്.
പക്ഷെ എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ചോദ്യവും എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളൊന്നും ചോദിക്കേണ്ടെന്നല്ല. ഞാൻ എൻ്റെ ആവശ്യങ്ങൾ വേറെ ആരോടും പറയുന്നതിനേക്കാൾ അധികം കർത്താവിനോട് പറയാറുണ്ട്. കർത്താവ് അത് മുമ്പേ പറഞ്ഞ ചെറുതും വലുതുമായ ഏത് കാര്യമാണെങ്കിലും അത് എൻ്റെ ബലഹീനത അറിയാവുന്ന കർത്താവ് തരുന്നുമുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും ഒന്നാമത് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കർത്താവെ ആത്മാവിൻ്റെ ഫലം നിറഞ്ഞവളായിരിക്കാൻ, എപ്പോഴും ആത്മാവിൻ്റെ ഫലം മാത്രം, ജഡത്തിൻ്റെ ഒരു പ്രവൃത്തിയും വരാതെ ആത്മാവിൻ്റെ ഫലം പുറത്തു വരുന്നൊരു ജീവിതം എനിക്ക് തരണേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഇതുവരെ എപ്പോഴും അങ്ങനെ വരുന്നൊരു ജീവിതത്തിലേക്ക് ഞാൻ വന്നിട്ടില്ല. എന്നാൽ കർത്താവ് എന്നെ സഹായിക്കും. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടതുപോലെ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. കർത്താവിനെ അതിനായിട്ട് വിളിച്ചിട്ടുള്ളതുകൊണ്ട് കർത്താവ് അത് എന്നിൽ നിവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. വസ്തുതി കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളത് ആരെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത്, സകലത്തിനും കഴിവുള്ളവൻ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, ഹല്ലേലൂയ, എന്തും സാധ്യമാക്കി തരാൻ കഴിവുള്ളവൻ, അവിടെ നിശ്ചയിക്കുന്നത് പോലെ സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലും സമുദ്രത്തിലും എല്ലാ ആഴങ്ങളിലും തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ പ്രവർത്തിക്കുന്നു. ആ കർത്താവാണ് പറയുന്നത്, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. പിതാവ് യേശുവിനെ സ്നേഹിച്ചതുപോലെ യേശു എന്നെ സ്നേഹിക്കുന്നു. അതിനേക്കാൾ വലിയൊരു കാര്യമില്ലല്ലോ. അതുകൊണ്ട് ആ സ്നേഹത്തിൽ വസിപ്പീനെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആ സ്നേഹത്തിൽ വസിക്കണമെങ്കിൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹത്തിൽ വസിക്കാൻ കഴിയും. അപ്പോൾ ആ സ്നേഹത്തിൽ വസിക്കുന്ന കാര്യം ഏറ്റവും അധികം സന്ദീപ് ബ്രദർ പറഞ്ഞു, യുവാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ, യുവാക്കൾക്ക് മാത്രമല്ല വയസ്സ് എന്നവർക്കും കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിച്ചാൽ മാത്രമേ അത് മുമ്പോട്ട് പോകാനായി, ക്രിസ്ത്യ ജീവിതത്തിൽ മുമ്പോട്ട് നിരാശപ്പെടാതെ തകർന്നു പോകാതെ മുമ്പോട്ട് പോകാനൊക്കത്തുള്ളൂ. നമുക്കറിയാം, പത്രോസ് കർത്താവിനെ തള്ളി പറയുമെന്ന് പറഞ്ഞ കർത്താവ് പറയുന്നത്, നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഞാൻ എനിക്ക് വേണ്ടി അപേക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. പത്രോസ് പറയുന്നത്, ശിമോനെ ഗോതമ്പ് പോലെ, ലൂക്കോസിന്റെ സുവിശേഷത്തിലെ ഒരു വാക്യമാണ്. നിന്നെ പാറ്റിക്കളയാൻ പിശാച് എന്നോട് അനുവാദം ചോദിച്ചു, പക്ഷെ ഞാൻ നിന്നെ പാട്ടുണ്ടാന്നല്ല പറഞ്ഞു. നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയ ഏത് വിശ്വാസമാണ്? കർത്താവ് എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള വിശ്വാസം. എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെയും കർത്താവ് എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള വിശ്വാസം എനിക്ക് എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ ഞാൻ തകർന്നു പോകും, ഞാൻ താഴ്മയായി പോകും. പലപ്പോഴും വിശ്വാസമില്ലാത്തവർ, മറ്റുള്ളവർ എത്ര പണക്കാരാണെങ്കിലും അവരുടെ നിരാശയുടെ വേളകളിൽ അവർ നഷ്ടപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ്? കർത്താവ് എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള, ഏത് പാപത്തിൻ്റെ അടിത്തട്ടിൽ ചെന്നാലും എൻ്റെ കർത്താവ് എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നു എന്നുള്ളൊരു വിശ്വാസമാണ് എന്നെ അവിടുന്ന് ഉയർത്താൻ മതിയായത്. പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞു കഴിയുമ്പം അവനാകെ നിരാശപ്പെട്ട് തകർന്നു പോകുമെന്ന് യേശുവിനറിയാം. അതുകൊണ്ടാണ് യേശു അവൻ്റെ വിശ്വാസം പോകാതിരിക്കാൻ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് കർത്താവ് സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം യേശുവിൻ്റെ ഒരു നോട്ടത്തിൽ നിന്ന് പത്രോസിന് മനസ്സിലായെന്ന കാര്യം യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്തിൽ, എന്നും കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവെ, അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകാനില്ല. കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ, യേശു എനിക്ക് തരുന്ന വചനങ്ങൾ പ്രമാണിച്ചാൽ ഞാൻ അവൻ്റെ സ്നേഹത്തിൽ വസിക്കും. ഈ പ്രമാണിക്കാൻ കഴിയാതെ വന്നാൽ പോലും കർത്താവ് തെറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണേന്ന് പറഞ്ഞാൽ ക്ഷമിക്കുന്ന ഒരു കർത്താവ്, എൻ്റെ ബലഹീനത അറിയുന്ന ഒരു ദൈവം. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ഞാൻ വെറും പൊടിയെന്ന് അവൻ ഓർക്കുന്നു, എൻ്റെ പ്രകൃതം അവൻ അറിയുന്നു. ആകാശഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവൻ്റെ ദേഹം അവൻ്റെ ഭക്തന്മാരുടെ മേൽ വലിയതാകും. ഈ ദൈവം വലിയ ദൈവമാണ്. കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കാനായിട്ട് നമുക്ക് ഉത്സാഹിക്കാം. ഒരു വാക്യം കൂടി ഞാൻ വായിച്ചുകൊണ്ട് നിർത്താം. യൂദായുടെ ലേഖനത്തിലെ ഒരു വാക്യം, അവിടെ അത് എനിക്ക് ഒത്തിരി ഉറപ്പും ധൈര്യവും തരുന്നൊരു വാക്യം. അത് യൂദായുടെ ലേഖനം, അതൊരു അധ്യായമുള്ളല്ലോ. അതിനകത്ത് 20-ാമത്തെ വാക്യം, 20-21 വാക്യം, അവിടെ ലോകക്കാരെ കുറിച്ച് പറഞ്ഞിച്ച് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറയാം. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചോളൂ. അത് പറയാൻ വേണ്ടി ഞാൻ ഈ വാക്യം, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചോളൂ. അപ്പോൾ ഇത് പറയുമ്പം ഞാൻ ഓർക്കാറുള്ളൊരു കാര്യം,
സൂക്ഷിക്കാനായിട്ട്, ഈ മാങ്ങയൊക്കെ സൂക്ഷിക്കാനായിട്ട് ഞാൻ ഉപ്പിനകത്ത് ഇടാറുണ്ട്. ഉപ്പിനകത്ത് മാങ്ങ സൂക്ഷിച്ചാൽ അത് കേടില്ലാതെ അവിടെ ഇരുന്നോളും. അപ്പോൾ സൂക്ഷിക്കുമ്പം ഉപ്പ് എങ്ങനെയാണ് ഇടുന്നത്? എവിടെയെങ്കിലും ഇച്ചിരി പെരട്ടുമല്ല, അടിയിൽ ഉപ്പിടും, മാങ്ങ ഇടും, പിന്നെ മുകളിൽ ഉപ്പിടും, പിന്നെ മാങ്ങ ഇടും. ഉപ്പ് പിന്നെ വെള്ളം ഒഴിക്കുമ്പം ഈ ഉപ്പുവെള്ളത്തിനകത്ത് ഈ മാങ്ങ മുങ്ങിക്കിടക്കും. അതുപോലെ കർത്താവിൻ്റെ സ്നേഹത്തിൽ എന്നെ തന്നെ സൂക്ഷിച്ചുകൊള്ളാനാണ് ഞാൻ ഈ വാക്യം വായിക്കുമ്പോഴൊക്കെ എൻ്റെ ഹൃദയത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തരുന്ന കാര്യം. അതുകൊണ്ട് കർത്താവ് ഈ ലോക ജീവിതത്തിൽ എപ്പോഴും കർത്താവിൻ്റെ സ്നേഹത്തിൽ റിസർവ് ചെയ്യപ്പെട്ട്, സംരക്ഷിക്കപ്പെട്ട്, സൂക്ഷിക്കപ്പെട്ട് ആയിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവും അത് തന്നെയാണ് എന്നോട് പറയുന്നത്. വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് കർത്താവെ, ഏതവസ്ഥയിലെത്താലും, ആ പരാജയത്തിൻ്റെ അടിത്തട്ടിലെത്തിയാലും കർത്താവെ, അവിടുത്തെ സ്നേഹത്തിൽ സൂക്ഷിക്കപ്പെടാനായിട്ട് കർത്താവിൻ്റെ വചനങ്ങൾ പ്രമാണിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ തന്നെ അതിനായിട്ട് സമർപ്പിക്കുന്നു. എനിക്ക് ഏറ്റവും എൻകറേജിങ്ങായിട്ട് തോന്നിയ അതായത് കർത്താവിൻ്റെ ശിഷ്യന്മാർ അവർ പഠിക്കുന്നവരായിരിക്കും എന്ന് പറഞ്ഞ് റെവലേഷൻ 14:3 ഒരു വേഴ്സ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഡിസൈപ്പിൾ വിൽ ബി എ ലേണർ ആൻഡ് എ ഫോളോവർ. അപ്പം ആ ഒരു പഠിക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദൈവനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. പല കാര്യങ്ങളും എനിക്ക് സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു ശീലങ്ങൾ, അതായത് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അതിൽ തന്നെ അവരെക്കുറിച്ച് മനസ്സിലൊരു കാര്യം ചിന്തിക്കും. പിന്നെ അത് അവരോട് സംസാരിക്കുമ്പോൾ അതൊക്കെ ആയിരിക്കും വായിൽ നിന്ന് വരുന്നത്. അപ്പോൾ ആ ഒരു നാവിനെ കൺട്രോൾ ചെയ്യുന്ന കാര്യം കർത്താവിനായിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് രാവിലെ സംഗീതത്തിൻ്റെ ഒരു പ്രസംഗം, ഇപ്പം ഞാൻ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് തിരിച്ചു വരുമ്പം വേറെ പ്രസംഗങ്ങൾ CFCയിൽ എന്തെങ്കിലും ഇതുപോലത്തെ പ്രസംഗങ്ങൾ ആ കാറിൽ ബ്ലൂടൂത്തിൽ ഇട്ടുകൊണ്ട് വരും. കാരണം ഈ ജോലിക്ക് പോകുന്നത് പാട്ടും കേട്ടോണ്ടായിരിക്കും. തിരിച്ച് വരുമ്പോൾ പക്ഷെ വീട്ടിലോട്ട് ചിലപ്പോൾ ഈ ജോലിയുടെ സ്ട്രെസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും മറുപടി എന്തെങ്കിലും ആവശ്യമില്ലാത്തൊക്കെ ഞാൻ പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ എപ്പോഴും ഈ പ്രസംഗങ്ങൾ കേട്ടോണ്ട് വരും. ഇന്ന് വളരെ ആ ഒരു നമ്മൾ ഡു നോട്ട് ഗിവ് യുവർ ടങ് ടു സേറ്റൻ എന്ന് പറഞ്ഞുകൊണ്ട് ആയിരുന്നു ഒരു നാവിന് എങ്ങനെ നമ്മൾ കടിഞ്ഞാണ് ഇടണമെന്നുള്ള കാര്യം സംസാരിച്ചാൽ നമ്മൾ പല കാര്യങ്ങളും ഈ പിശാച് അതിലൂടെ നമ്മുടെ നാവിനെ പുള്ളി അങ്ങ് കൺട്രോൾ ചെയ്ത് പുള്ളിക്ക് ഇഷ്ടമുള്ള, കാരണം നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം അവർക്ക് ഇഷ്ടമെന്ന് തോന്നുന്ന പോലെ സംസാരിക്കുന്നു. അപ്പം നമുക്കും ആ ഒരു ടെൻഡൻസിയാണ്, നമുക്ക് നമ്മുടെ തോന്നുന്ന പോലെ ചുറ്റുമുള്ളവരോട് എന്തെങ്കിലുമൊക്കെ പറയുക. പക്ഷെ ഒരു കർത്താവ് അതല്ല ആഗ്രഹിക്കുന്നത്. പൂർണ്ണമായിട്ട് കൊടുക്കുന്ന ഏറ്റവും നമ്മുടെ ഞങ്ങൾ ഈ MBBS പഠിക്കുമ്പോൾ ഈ ബ്രെയിൻ്റെ കൂടുതൽ ഭാഗം ഒരു നാവിൻ്റെ പടമായിട്ട് ഇങ്ങനെ കാണിച്ചിട്ട്, അതുപോലെ നമ്മുടെ ഓരോ സംസാര രീതികളും കാര്യങ്ങളും എല്ലാം അത് കർത്താവിനായിട്ട് കൊടുത്ത്, എസ്പെഷ്യലി നമ്മൾ ഈ ബ്രദർ അതിനകത്ത് പറയുന്ന വീട്ടിലെ ഹസ്ബൻഡും വൈഫോ സംസാരിക്കുന്ന അത് എത്രമാത്രം നമ്മൾ ഒരു തമ്മിൽ സംസാരിക്കുന്നത് അത് എത്രമാത്രം മാറ്റേണ്ട ആവശ്യമുണ്ടെന്ന് അവിടെ നമ്മൾ ആ ഒരു പെട്ടെന്ന് മറ്റുള്ളവരോട് നമ്മൾ നല്ലപോലെ സംസാരിക്കും. പക്ഷെ വീട്ടിൽ എന്തെങ്കിലും ചെറിയൊരു കുറ്റം കാണുമ്പോഴത്തേക്ക് ഉടനെ നമ്മൾ സംസാരം അവിടെ പിശാചിന് ഇടം കൊടുക്കുന്ന ഒരു രീതി, പിശാചിൻ്റെ ഒരു ഫുട് ഹോൾഡ് അവിടെ വരും. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, നമ്മുടെ ഇത്രയും കർത്താവിൻ്റെ ഒത്ത അനുഗ്രഹങ്ങളെ കുറിച്ച് സന്ധ്യയോട്ട് സംസാരിച്ചു. പക്ഷെ എത്ര ക്രിസ്ത്യൻസിൻ്റെ ലൈഫിൽ അതുണ്ട്. മിക്കവരും ഇങ്ങനെ മിക്ക ക്രിസ്ത്യൻ ഹോംസിൽ തന്നെ പലപ്പോഴും ഒരു ഫൈറ്റിങ്ങും ക്വാറലിങ്ങും. അപ്പം ശരിക്കും ആ ഒരു കർത്താവിനായിട്ട് മൊത്തമായിട്ട് സമർപ്പിക്കാത്തതുകൊണ്ടുള്ള ആ ഒരു പ്രശ്നങ്ങളാണ്. അപ്പം അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഒരു ഫോർഗിവ്നെസ്സിനെ കുറിച്ച് മാത്യു ചാപ്റ്റർ 18 അതിനകത്തെ ഒരു കർത്താവ് ഒരു പത്രോസിനോടൊരു കാര്യങ്ങൾ പറയാതെ ഈ കിങ്ഡം ഓഫ് ഹെവൻ അതിനെക്കുറിച്ച്, അതായത് എന്താ പറയുന്നത്,
അവിടെ ഒരാള് ഒത്തിരി കടം ഒരു രാജാവിന് ഒത്തിരി കടം കൊടുക്കാനായിട്ട് മീൻസ് പുള്ളിയുടെ അടുത്തുനിന്ന് ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാനായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പുള്ളിക്ക് കൊടുക്കാനായിട്ട് സാധിച്ചില്ല. പക്ഷെ ആ സമയത്ത് രാജാവ് ആ കടമെല്ലാം അത് ക്ഷമിച്ചു പുള്ളിയെ വെറുതെ വിടുന്നു. പക്ഷെ അതേ സമയത്ത് പുള്ളിയുടെ താഴെ വർക്ക് ചെയ്യുന്ന ഒരാള് ഈ അതായത് ക്ഷമിക്കപ്പെട്ട ആളുടെ അണ്ടറിൽ ഒരാളുണ്ട്. അപ്പൊ ആ പുള്ളിയുടെ കഴുത്തെ പിടിച്ചിട്ട് നീ എനിക്ക് ഇത്രയും തരാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടൊരു അപ്പം എൻ്റെ ജീവിതത്തിൽ ഞാനത് കാണുമായിരുന്നു. പലപ്പോഴും ദൈവം എനിക്ക് എത്രമാത്രം ക്ഷമിച്ചിട്ടുണ്ട്. അത് പക്ഷെ ആ ഒരു അത് എനിക്ക് മറ്റുള്ളവരുടെ അടുത്ത് എനിക്ക് ആ ഒരു സ്നേഹം അത് കാണിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം അതിൻ്റെ അവസാനം ആ കഥയുടെ അവസാനം കഥയാണ് യഥാർത്ഥത്തില് പാരബിൾ. അത് അതെ അതെ അത് ശരിക്കും ഉപമ. അതെ അതെ അതിനകത്ത് പറയുക ആൻഡ് his lord moved with anger handed him over to the torturers until he should repay all that was owed him. അതിനകത്ത് അത്ര ആ എന്താ പറയുന്നത് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമുക്ക് ഈ ഉറക്കത്തിന്റെ പ്രശ്നവും പല പ്രശ്നങ്ങളും നമ്മൾ മറ്റുള്ളവരെ ക്ഷമിക്കാൻ പറ്റാത്ത മറ്റുള്ളവരെ കർത്താവ് നമ്മളെ എത്രമാത്രം ക്ഷമിച്ചു. അത് നമ്മൾ കർത്താവിനെതിരായിട്ട് എന്തെല്ലാം പാപം ചെയ്തിരിക്കുന്നു അതെല്ലാം കർത്താവ് ക്ഷമിച്ചു. പക്ഷെ നമുക്ക് നമ്മുടെ മക്കളോടും നമ്മുടെ ഹസ്ബൻഡിനോടും ഇൻലോസിനോടും പേരൻസിനോടും ഒന്നും ക്ഷമിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ഇത് വരുമ്പം നമുക്ക് ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ ആവുന്നു. അപ്പം ഞാനും ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. ഓരോ ചിന്തകളും ഓരോ വാക്കുകളും എല്ലാം കർത്താവിൻ്റെ കൺട്രോളിൽ ഇന്ന് സന്ധ്യവട്ടം പറഞ്ഞപ്പോൾ എല്ലാം ഈ ഒരു വെട്ടെന്ന് വാള് നമ്മുടെ മേളിൽ വന്ന് വീണ് അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഇതെല്ലാം വെട്ടി മാറ്റുമ്പം അവിടെ നമ്മൾ കർത്താവിനായിട്ട് ഫ്രൂട്ട്ഫുള്ളായിട്ട് നമ്മുടെ ജീവിതം മാറും. ശരിക്കും ആ ഒരു ഫ്രീഡത്തിനായിട്ടാണ് കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. മറ്റു പലരും ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ ലൈഫിൽ ആ ഒരു ഫ്രൂട്ട് ഇല്ലാത്തതിൻ്റെ കാരണം അവർ ഈ ഒരു ക്ഷമിക്കുന്ന കാര്യം എല്ലാം അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലും അങ്ങനെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ അതിനായിട്ട് ദൈവത്തിനായിട്ട് എൻ്റെ ലൈഫ് പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്കായിട്ട് പ്രാർത്ഥിച്ചാൽ